ഹലോ, ഇന്ന് ഞാൻ ഫുഡ് റെസിപ്പി ആയിട്ടോ മോൻ്റെ ഷോർട്സ് ആയിട്ടോ അല്ല വന്നിരിക്കുന്നത്. താരനും മുടി കൊഴിച്ചിലുള്ളവർക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ഓയിൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓയിൽ കാച്ചാൻ വേണ്ടി ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തേത് കൈതോന്നി. ഇത് മുടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് വളർച്ചയ്ക്കും നല്ലതാണ്. രണ്ടാമത്തേത് മൈലാഞ്ചില. മുടിക്ക് നിറം നൽകാനും മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. കറിവേപ്പില മുടിക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. നവരയില താരൻ കുറയ്ക്കുന്നതിനും മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നു. ചെമ്പരത്തിപ്പൂ മുടിയുടെ കരുത്തും തിളക്കവും നൽകാൻ സഹായിക്കുന്നു. കറ്റാർവാഴ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. ഏറ്റവും നല്ലത് കറ്റാർവാഴ. പിന്നെ എടുത്തിട്ടുള്ളത് കീഴാർനെല്ലി. പിന്നെ മുരിങ്ങയില മുടിയുടെ വളർച്ചയ്ക്കും താരൻ കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ലതാണ് മുരിങ്ങയില. പിന്നെ എടുത്തിട്ടുള്ളത് നെല്ലിക്ക. മുടിയുടെ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് നെല്ലിക്ക. പിന്നെ ചെറിയ ഉള്ളി, മുടിക്ക് വേണ്ടി ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി. പിന്നെ കുതിർത്ത് വെച്ച ഉലുവയാണ് എടുത്തിട്ടുള്ളത്, എണ്ണ കാച്ചുന്ന അരമണിക്കൂർ മുമ്പ്. പിന്നെ തുളസി ഇല എടുത്തിട്ടുണ്ട്. താരൻ മാറുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ് തുളസി ഇല. പൂവാങ്കുരുന്നില മുടി തഴച്ചു വളരാൻ ഏറ്റവും സഹായിക്കുന്നതാണ് പൂവാങ്കുരുന്നില. പിന്നെ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. എണ്ണ കാച്ചുന്നതിന് മുമ്പ് ഇപ്പോൾ എടുത്ത സാധനങ്ങൾ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കാൻ ഉള്ളത്. എല്ലാം ചേർത്ത് ഇലകൾ മാത്രമായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, അരനൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കാതായിരിക്കണം ആദ്യം ഇലയെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാനുള്ളത്. പിന്നെ നല്ല വെള്ളം രീതിയിൽ അരച്ച് നമുക്ക് കിട്ടാൻ വേണ്ടി കറ്റാർ വാഴയും കൂടെ ചേർത്താൽ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. എന്നിട്ട് ഇതിനാവശ്യത്തിന് നമ്മൾ 1/2 ലിറ്റർ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ വീട്ടിലുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ അത്രയും എണ്ണ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ച പച്ചിലകളില്ലേ, ആ ഇലകളെല്ലാം എന്ത് ചെയ്യാം, അരച്ച് നല്ല ക്രഷ് ചെയ്ത് വെച്ചിരുന്നതിനെ ഈ എണ്ണയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണയിൽ പറ്റി പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ എന്ത് ചെയ്യുക, നല്ലപോലെ ഇളക്കിയൊന്ന് കൊടുക്കുക. എണ്ണയിൽ നല്ല വൃത്തി ആ ഇലകളെല്ലാം പറ്റി പിടിക്കണം. അതിന് വേണ്ടിയാണ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒന്ന് ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ ഈ പച്ചിലകളെല്ലാം കൂടെ നല്ല മുരിഞ്ഞ രീതിയിലാണ് നമുക്ക് കിട്ടാനുള്ളത്. നമുക്ക് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കാം. എന്നിട്ട് നല്ലപോലെ വീണ്ടും എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, മുരിഞ്ഞാന്നറിയാൻ വേണ്ടി ആ അരച്ച് ചേർത്ത് അതിനെ നമുക്ക് എന്ത് ചെയ്യുക, ലാസ്റ്റ് എടുത്തിട്ട് പിടിച്ച് നോക്കുമ്പോൾ അറിയാം, നല്ലൊരു തരി രൂപത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് എണ്ണ പരിവമായിട്ടുണ്ടെന്നറിയാം. കാച്ചിയ എണ്ണ ബോട്ടിലാക്കിയിട്ട് വരാം. ഈ ബോട്ടിലാക്കിയപ്പോൾ ഇത്രയാണ് കിട്ടിയത്. നമുക്ക് 1/2 ലിറ്റർ എണ്ണ വീഴ്ത്തിയപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഈ എണ്ണ ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുക. ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.